കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം 2024 സമാപന സമ്മേളനം നടത്തി. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേറ്റിറ്റ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുവാക്കൾക്ക് വലിയൊരു അവസരമാണ് ഈ കേരളോത്സവം എന്ന പ്രോഗ്രാം. ഇത് നമുക്കറിയാം, പഞ്ചായത്ത് മത്സരങ്ങൾ കഴിഞ്ഞ് ബ്ലോക്ക് തല മത്സരങ്ങളിലേക്കും ജില്ലാതല മത്സരങ്ങളിലേക്കൊക്കെ പോകാനും അതോടൊപ്പം വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനും ഇതിലേക്ക് വരുന്ന കലയും പല അറിയാവുന്ന കുട്ടികളെ പലപ്പോഴും അവസരങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളത് ഇത് ഗവൺമെന്റിന്റെ ഈ പദ്ധതി വലിയ ഉപകാരപ്രദമായിരിക്കും. കാരണം അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഇതെന്നുള്ളതാണ്. നവംബർ 23 തുടക്കം കുറിച്ച കേരളോത്സവം ഡിസംബർ 1 ഞായറാഴ്ച വടംവലിയോടുകൂടി സമാപിച്ചു. മാറേലിയസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങളാണ് ഉദ്ഘാടന ദിവസം നടന്നത്. ഫുട്ബോൾ മത്സരങ്ങൾ വടശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിലും, ക്രിക്കറ്റ് മാറേലിയസ് കോളേജ് ഗ്രൗണ്ടിലും, ഷട്ടിൽ ടൂർണമെന്റ് കോട്ടപ്പടി ബാഡ്മിന്റൺ അക്കാദമിയിലും, വോളിബോൾ മാറേലിയസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും, കലാമത്സരങ്ങൾ പഞ്ചായത്ത് ഹാളിലും നടന്നു. കോട്ടപ്പടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാറാമ്മ ജോൺ, ജിജി സജീവ്, സണ്ണി വർഗീസ്, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, നിതിൻ മോഹൻ, ശ്രീജ സന്തോഷ്, അമൽ വിശ്വം, ബിജിപി ഐസക്, കേരളോത്സവത്തിന്റെ യൂത്ത് കോർഡിനേറ്റർ സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രണ്ട്സ് മാവേലി ക്ലബ്ബ് 1ാം സ്ഥാനവും ന്യൂമാൻ ക്ലബ്ബ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരളോത്സവത്തിൽ പങ്കെടുത്ത 1ഉം 2ഉം സ്ഥാനം ലഭിച്ച എല്ലാവർക്കും ട്രോഫികൾ വിതരണം ചെയ്തു. കേരളോത്സവത്തിന്റെ സംഘാടക സമിതി കൺവീനർ നിതിൻ മോഹൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.